ഹരേ കൃഷ്ണ. രാധേ രാധേ. ഇന്ന് നമ്മുടെ ഗുരുവായൂരിലെ ഉണ്ണിക്കണ്ണന്റെ ഒരു കഥ കേട്ടാലോ? ഗുരുവായൂർ അമ്പലത്തില് ഭഗവാന്റെ ശ്രീകോവിലിന് നേരെ പുറത്ത് നടപ്പന്തലിനരികിലായിട്ട് ഏറെ നേരമായി ഇരിക്കുന്ന പ്രായമായൊരു മുത്തശ്ശിയോട് ഒരു 16-17 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഇരുനിറമുള്ള ഒരു കുട്ടി ചെന്ന് തിരക്കി. എന്താ മുത്തശ്ശി, കുറെ നേരമായല്ലോ ഇവിടെ ഒറ്റയ്ക്ക്? അവർ അവൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് അവർ പറഞ്ഞു, എൻ്റെ പേരക്കുട്ടികൾ ഇപ്പോൾ വരും. അവർ എന്തോ വാങ്ങിക്കുവാൻ അങ്ങോട്ട് പോയതാണ്. മുത്തശ്ശി, രാവിലെ മുതൽക്ക് ഇവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഇപ്പൊ നേരം ഇരുട്ടാറായിരിക്കുന്നു. ഇതുവരെ പേരക്കുട്ടികൾ വന്നില്ലേ? അറിയില്ല മോനെ, അവർക്കിനി ഇവിടെ വഴി തെറ്റിയോ ഒന്നും അറിയില്ല. വിളിച്ചു നോക്കാൻ എൻ്റെ കയ്യിൽ ഫോൺ നമ്പറോ ഒന്നും ഇല്ല. ഏറെ നാളായി ആഗ്രഹിക്കുന്നു ഭഗവാനെ ഒന്ന് കാണാൻ. മക്കളോടും ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. അവർ ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. എന്നെ കൊണ്ടുവരാൻ കൂട്ടാക്കിയില്ല. മകനും മരുമകൾക്കും മുംബൈയിലായിരുന്നു ജോലി. കോവിഡ് സമയത്ത് മരണപ്പെട്ടു. ഇപ്പോൾ ഞാൻ പേരക്കുട്ടികളുടെ കൂടെയാ. ഭഗവാനെ ഒന്ന് കാണാൻ എനിക്ക് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നു. എന്നാലും സാരയില്ല. മരിക്കും മുമ്പ് ഭഗവാനെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ, അത് മതി. എന്നാൽ ഈ കുട്ടികള് ഇതെത്ര നേരം എവിടെയാ പോയേ? ആ കുട്ടി ചോദിച്ചു. മുത്തശ്ശി വല്ലതും കഴിച്ചോ? ഇല്ല കുഞ്ഞെ, ഒന്നും കഴിച്ചിട്ടില്ല. ഭഗവാനെ കണ്ടിട്ടിരുന്ന ഇരിപ്പാണ്. കുട്ടികളെയും ഇത്ര നേരമായിട്ടും കണ്ടില്ലല്ലോ. ഞാനത് മറന്നേ പോയി. മുത്തശ്ശിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ കഴിക്കാൻ വല്ലതും വാങ്ങി വരാം. വേണ്ട മോനെ, ഞാൻ പുറത്തുനിന്ന് അങ്ങനെ ഒന്നും വാങ്ങി കഴിക്കാറില്ല. ഇതിവിടെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതാ മുത്തശ്ശി. ആണോ? മോൻ ഇവിടെയാണോ ജോലി? ജോലിയല്ല മുത്തശ്ശി, ഞാനിപ്പോൾ ഇവിടെയാണ്. മോൻ്റെ അച്ഛനും അമ്മയൊക്കെ എവിടെയാ? അവർ വീട്ടിലാണ്. പിന്നെ മോൻ എന്താ ഇവിടെ ഒറ്റയ്ക്ക്? എനിക്കിവിടെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവിടെ തന്നെ. ഞാൻ മുത്തശ്ശിക്ക് കഴിക്കാനുള്ളത് എടുത്തു കൊണ്ടുവരാം എന്ന് പറഞ്ഞ ആ കുട്ടി എങ്ങോട്ടോ പോയി. 1-2 മിനിറ്റ് പോലും ആയില്ല. കയ്യിലൊരു വാഴയില അവിൽ നനച്ചതും പാൽപ്പായസവും കൊണ്ടു കൊടുത്തു. മുത്തശ്ശി, ഇത് കഴിച്ചോളൂ. അവർ അത് കയ്യിലേക്ക് വാങ്ങി. പായസത്തിന് നല്ല ചൂടുണ്ട് മുത്തശ്ശി. ഇപ്പോൾ വച്ചതാണ്. ആറു മുമ്പേ ഞാൻ എടുത്തോണ്ട് പോരുന്നതാണ്. മുത്തശ്ശി നേരം എടുത്ത് അത് കഴിച്ചു കഴിഞ്ഞു. മുത്തശ്ശി ചോദിച്ചു, മോൻ വല്ലതും കഴിച്ചോ? ഇല്ല മുത്തശ്ശി, ഞാൻ കഴിക്കാൻ കുറച്ചുകൂടെ കഴിയും. മുത്തശ്ശി, ഞാൻ പോകുക. അത്താഴ പൂജയ്ക്ക് സമയമായി. എന്നെ ഇപ്പോൾ അവിടെ തിരക്കും. അപ്പോൾ അവർ പിന്നെയും ചോദിച്ചു, മോന് നടയിലാണോ ജോലി? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല മുത്തശ്ശി, വെറുതെ അവിടെ ഒരു സഹായിയായി നിൽക്കും. ഭഗവാനെ എപ്പോഴും കാണാമല്ലോ. മുത്തശ്ശി ചിരിച്ചു. അവൻ പോയി അധികമാകും മുമ്പ് ഒരു വൃദ്ധൻ അവിടെ വന്നു. അയാൾ അവരോട് ചോദിച്ചു, കുറച്ചു മുമ്പ് പോയത് ആരാ? കൊച്ചുമകനാണോ? അവർ പറഞ്ഞു, അല്ല, എനിക്ക് അവനെ ഇവിടെ വന്നുള്ള പരിചയമാണ്. എനിക്ക് കഴിക്കാൻ പായസവും കൊണ്ടുവന്നതാണ്. നല്ലൊരു കുഞ്ഞ്. അയാൾ ചോദിച്ചു, എവിടെ നിന്നാണ്? കുറേ നേരമായല്ലോ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അയാളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, കുറച്ച് നാളുകൾക്ക് മുൻപ് എന്നെ എൻ്റെ മക്കളാണ് ഇവിടെ കൊണ്ടുവന്നത്. അതും നിർബന്ധിച്ച്. അവർ തൊഴുതു മടങ്ങി. എന്നെ കൊണ്ടുപോകാൻ മറന്നു എന്ന്. അയാളുടെ ആ വാക്കുകൾ കേട്ട് അവരുടെ ഉള്ളൊന്നു കാളി. ഭഗവാനെ, എൻ്റെ കുട്ടികൾക്കും ഞാനൊരു ബാധ്യതയായിരുന്നു. അയാൾ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഭഗവാൻ ഇവിടെ ഉണ്ടല്ലോ. ഇനി അവർ തിരികെ വന്നില്ലെങ്കിൽ നടയുടെ പടിഞ്ഞാറ് വശത്തു കൂടി പുറത്തേക്കൊരു വഴിയുണ്ട്. അത് വരുന്നത് അവിടത്തെ അന്തേവാസികൾക്ക് ഉള്ള ആശ്രമത്തിലാണ്. അവിടെ വന്ന് എൻ്റെ പേര് പറഞ്ഞാൽ മതി. അയാൾ പേരും പറഞ്ഞു കൊടുത്തു. അപ്പോഴേക്ക് നടയുടെ മുന്നിൽ ഒരു ആൾക്കൂട്ടവും ബഹളവും. നടയിൽ നിന്ന് പുറത്തേക്ക് നോക്കി ആരോ വിളിച്ചു പറയുന്നുണ്ട്, ഭഗവാന് അത്താഴ പൂജയ്ക്ക് നേദിക്കാനുള്ള പായസം ആരോ കോരിയെടുത്തു കൊണ്ടുപോയിരിക്കുന്നു. ആരാണ് ഊട്ടുപുരയിൽ കയറിയതെന്ന്? ഇത് കേട്ട് മുത്തശ്ശി അന്താളിച്ചു നിന്നു. എന്താ ഇവിടെ സംഭവിക്കുന്നതെന്നറിയാതെ. അയാൾ അവരോട് പറഞ്ഞു, ഭഗവാനുള്ള നേദ്യമാണ് നിങ്ങൾ കഴിച്ചത്. അത് കൊണ്ടുവന്ന് തന്നതും ഭഗവാൻ തന്നെ ആയിരിക്കണം.
ഞാൻ ഇവിടെ വന്നിട്ട് കുറേ നാളുകളായി. ഇന്ന് വരെ ആ കുട്ടിയെ ഞാൻ ഇവിടെ എങ്ങും കണ്ടിരുന്നില്ല. ഇത് കേട്ട് മുത്തശ്ശി കണ്ണുകൾ നിറച്ച് കൈകൂപ്പി ഭഗവാനെ തൊഴുതു. നോക്കുമ്പോൾ അടുത്തു നിന്നിരുന്ന വൃദ്ധനെയും കാണാനില്ല. അവർ ഭഗവാന് മുന്നിൽ കുറച്ചു നേരം വിതുമ്പി നിന്നു. ഇനി എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ചെവിയിൽ മുഴങ്ങിയത് ആ വൃദ്ധൻ പറഞ്ഞ വാക്കുകളായിരുന്നു. നടയടച്ചാൽ പിന്നെ ഒറ്റയ്ക്കിരിക്കാനുള്ള ഭയം ആലോചിച്ചപ്പോൾ അവർ വേഗം നടയുടെ പടിഞ്ഞാറ് വശത്തേക്ക് നടന്നു ചെന്നു. അവിടെ നിന്നും പുറത്തേക്ക് ഒരു ഇടുങ്ങിയ നടവഴി കണ്ടു. അതിൽ കൂടി പുറത്തു വന്നു. മുന്നിലേക്ക് നോക്കുമ്പോൾ അയാൾ പറഞ്ഞ ആശ്രമം. പടികൾ ചവിട്ടിക്കേറി കതകിൽ മുട്ടി. അവരുടെ പ്രായമുള്ളൊരു സ്ത്രീ തന്നെ വന്ന് കതക് തുറന്നു. അവർ ചോദിച്ചു, ആരാണ്? അവർ കാര്യങ്ങൾ അവരോട് പറഞ്ഞു. കേശവൻ എന്ന ആള് പറഞ്ഞിട്ടാണ് വന്നതുവെന്ന്. അവർ മിഴിച്ചുകൊണ്ട് ചോദിച്ചു, ഇവിടേക്കുള്ള ഗേറ്റ് ആര് തുറന്നു തന്നു? സന്ധ്യ കഴിഞ്ഞ് ഞാനത് പൂട്ടിയതാണല്ലോ. അവർ പറഞ്ഞു, ഞാൻ ഗേറ്റ് ഒന്നും കണ്ടില്ല. നടയുടെ പടിഞ്ഞാറ് വശത്തുള്ള വഴിയെ നേരെ ഇങ്ങ് പോരുകയായിരുന്നു. ഇത് കേട്ടവർ ഭഗവാനെ കൈകൂപ്പി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് നടയിലേക്ക് നല്ല ദൂരമുണ്ട്. പിന്നെ പടിഞ്ഞാറേ നടയിൽ നിന്നും ഇങ്ങോട്ടേക്ക് നേരെ വരാൻ ഒരു വഴിയുമില്ല. നിങ്ങൾ പറഞ്ഞ കേശവൻ എൻ്റെ ഭർത്താവാണ്. കിടപ്പിലായിട്ട് നാളുകളായി. പിന്നെ ഇത് ആശ്രമമൊന്നുമല്ല, എൻ്റെ വീടാണ്. ഇവിടെ അദ്ദേഹവും ഞാനും മാത്രമേ ഉള്ളൂ. ഇത് കേട്ടവർ തിരിഞ്ഞു നോക്കി. പിറകിൽ അവർ വന്ന വഴിയില്ല. വലതുഭാഗത്ത് താഴിട്ട് പൂട്ടിയ ഒരു ഗേറ്റ് മാത്രം. ആകെ പരിഭ്രമിച്ച് നിന്ന അവരെ വീട്ടുടമ വീട്ടിനുള്ളിലേക്ക് ക്ഷണിച്ചു. നേരെ ഇടനാഴിയിലൂടെ ചെന്നു കയറിയത് അയാളുടെ മുന്നിൽ. തന്നോട് വഴി പറഞ്ഞു തന്ന ആ ആൾ അവർ പറഞ്ഞതുപോലെ കിടപ്പിലാണ്. ഭഗവാനെ, ഇതെന്തു മായയാണ്! ഭഗവാനിൽ മാത്രം വിശ്വാസമർപ്പിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ ഭഗവാൻ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. എൻ്റെ പൊന്നു കൃഷ്ണ, എൻ്റെ പൊന്നു ഗുരുവായൂരപ്പ, എല്ലാവർക്കും നീ മാത്രമേ ഉള്ളൊരു ആശ്രയം. മറ്റാരുമില്ലാത്തവർക്കും നീ മാത്രമാണ് ഒരു ആശ്രയം. കൃഷ്ണ, ഗുരുവായൂരപ്പ, സർവം കൃഷ്ണാർപ്പണമസ്തു.